ഹലോ, MMC ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രൊഫസർ ഡോക്ടർ KV രാജു, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫ്തൽമോളജി, മലബാർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിൻ്റെ ചില പ്രശ്നങ്ങളെ പറ്റിയാണ്. നമ്മൾക്കെല്ലാം അറിയാം, പഞ്ചേന്ദ്രിയാൽ നയനം പ്രധാനം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ്. ഈ കണ്ണ് കൊണ്ടാണ് നമ്മുടെ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും നമ്മൾ കാണുന്നതും വിലയിരുത്തുന്നതും. ഈ കണ്ണിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും നിങ്ങളുടെ മാത്രം ചുമതലയാണ്. നിങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടത്. ആ കണ്ണുകളെ സംരക്ഷിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ്, എന്താണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്ന് പറയുന്നത് കണ്ണിൻ്റെ പല രോഗങ്ങളും കണ്ണിനുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന ഗ്ലോക്കോമ എന്ന രോഗത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. കാരണം ഈ മാർച്ച് 10 മുതൽ 16 വരെ ലോകമെമ്പാടും ഇൻ്റർനാഷണൽ ഗ്ലോക്കോമ വീക്ക് എന്നുള്ള ഒരു പ്രോജക്റ്റ്, ഒരു അവയർനെസ് പ്രോഗ്രാം ലോകമെമ്പാടും നടത്തുന്നുണ്ട്. ഇത് WHO പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടത്തുന്നത്. മലബാർ മെഡിക്കൽ കോളേജും ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. ഗ്ലോക്കോമ എന്താണ്, ഗ്ലോക്കോമ വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ടത് കണ്ടുപിടിക്കേണ്ടത്, ഗ്ലോക്കോമയ്ക്ക് എന്താണ് ചികിത്സകൾ ഉള്ളത്, ഇനി ചികിത്സിക്കാണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ പറ്റിയിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഗ്ലോക്കോമ എന്നാൽ കണ്ണിന്, നമുക്ക് ശരീരത്തിനുള്ളതുപോലെ കണ്ണിനൊരു മർദ്ദമുണ്ട്, ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ കൂടുന്ന ഒരവസ്ഥയാണ്. ആ പ്രഷർ കൂടിയതിന് ശേഷം കണ്ണിൻ്റെ നേത്രനാഡി, അതായത് ഒപ്റ്റിക് നെർവ് ഡാമേജ് വരികയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഈ ഗ്ലോക്കോമ ഉണ്ടായാൽ പെട്ടെന്ന് ഒരു വേദനയോ ചുമപ്പോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടാകാത്തതുകൊണ്ട് ഈ ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്നത് വളരെയധികം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണിനൊരു പെട്ടെന്ന് ചുമപ്പ് വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സയ്ക്ക് പോവും. അങ്ങനെയല്ല ഗ്ലോക്കോമ വരുന്നത്. കണ്ണിന് പറയത്തക്കതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നുകയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുകയും അപ്പോൾ കാഴ്ച പരിശോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഈ ഗ്ലോക്കോമ കണ്ടുപിടിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേക്കും അത് വളരെയധികം അഡ്വാൻസ് ചെയ്യുകയും നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന രീതിയിൽ നേത്രനാഡി നശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കാം. അങ്ങനെ വരാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇങ്ങനെയൊരു പ്രോഗ്രാം എല്ലാ വർഷവും നടത്തുന്നത്. അപ്പോൾ ഈ രോഗികളെ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും തക്കതായ ചികിത്സ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സംശയിക്കേണ്ടത്? നമ്മൾ 40 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് നമുക്ക് കാഴ്ച, അതായത് അടുത്ത കാഴ്ചക്കുള്ള കാഴ്ച, നമുക്ക് വായിക്കാനുള്ള കാഴ്ച കുറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഈ ഗ്ലോക്കോമേൻ്റെ സ്ക്രീനിങ്ങും കൂടി, അതായത് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ചെറിയ പരിശോധനകൾ, കണ്ണിൻ്റെ മർദ്ദം അളക്കുന്നത് അടക്കമുള്ള പരിശോധനകൾ ചെയ്യുക, അങ്ങനെ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ മലബാർ മെഡിക്കൽ കോളേജിന് ഈ ഗ്ലോക്കോമയായിട്ട് സംബന്ധിക്കുന്ന എല്ലാ പരിശോധനകളും ചെയ്യുന്നതിനുള്ള എല്ലാ മോഡേൺ എക്യുപ്മെൻറ്റ്സ്, അതായത് ഹംഫ്രി ഫീൽഡ് അനലൈസർ, അതുപോലെ തന്നെ ഗോണിയോസ്കോപ്പി, പിന്നെ അങ്ങനെ പല നോൺ കോണ്ടാക്ട് ടോണോമെട്രി, അങ്ങനെ പല ഉപകരണങ്ങളും നമ്മുടെ ഈ മലബാർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന് ചികിത്സയ്ക്ക്, അത് രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയുന്നതിനും, ഉണ്ടെങ്കിൽ അതിന് വേണ്ട
ലേസർ ചികിത്സ, അതുപോലെ ബാക്കിയുള്ള എല്ലാ സർജിക്കൽ ചികിത്സ എല്ലാം കൊടുക്കുന്നതിനുള്ള നമ്മുടെ മലബാർ മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ വിവരം കൂടി പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്വയം തീരുമാനിക്കണം ഈ ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ കണ്ണുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതുകൊണ്ട് മലബാർ മെഡിക്കൽ കോളേജിലെ ഈ പറഞ്ഞ സമയത്ത് 10 മുതൽ 16 വരെയുള്ള ആ ഒരാഴ്ച ഗ്ലോക്കോമയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗ്ലോക്കോമ ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും, 40 വയസ്സിന് മേലെയുള്ള എല്ലാ സ്റ്റാഫിനെയും, അതുപോലെ തന്നെ ഡോക്ടർമാരെയും, അതുപോലെ തന്നെ പൊതുജനങ്ങളെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഗ്ലോക്കോമയ്ക്ക് വേണ്ടി സ്ക്രീനിങ് നടത്തുന്നതാണ്. അതിന് പ്രത്യേകമായിട്ട് ചിലവില്ല. അതുകൊണ്ട് ഈ ഗ്ലോക്കോമ പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം വിധേയമാവുകയും ഗ്ലോക്കോമ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിന് ശേഷം അതിൻ്റെ ചികിത്സയായിട്ട് മുന്നോട്ട് പോവുകയും വേണം. ഇതാണ് എന്ന് പറയാനുള്ളത്. പിന്നെ ഗ്ലോക്കോമ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഗ്ലോക്കോമേൻ്റെ ഓപ്പറേഷൻസ്, ഗ്ലോക്കോമ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ എന്താണ് അതിൻ്റെ നിലവാരം, ഏത് ലെവൽ വരെ അത് കൂടിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനും അതിന് ചികിത്സിക്കുന്നതിനും, അതിന് ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സ, അതുപോലെ തന്നെ പുതിയ പുതിയ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ, ഇതെല്ലാം ഇവിടെ മലബാർ മെഡിക്കൽ കോളേജിലുണ്ട്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.